ശിവൻകുട്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി BJP. സാധാരണക്കാർക്ക് ഗുണകരമാകേണ്ട 2839.35 കോടി രൂപ തൊഴിൽ വകുപ്പ് വകമാറ്റി ചെലവിട്ടിരിക്കുകയാണ്. തൊഴിലാളി വിഭാഗത്തോട് ശിവൻകുട്ടി മാപ്പ് പറയണം. 70 കഴിഞ്ഞവർക്ക് ഹെൽത്ത് കാർഡ് നൽകുന്ന കേന്ദ്ര പദ്ധതിയും ശിവൻകുട്ടി അട്ടിമറിച്ചു. മുതലപ്പുഴയിലടക്കം തീരദേശവാസികൾക്കായി കേന്ദ്രം നൽകിയ നരേന്ദ്രമോദി സർക്കാർ നൽകിയ കോടികളും കേരളം പാഴാക്കി. കോർപ്പറേഷന്റെ ഫണ്ട് വാങ്ങി കേരള ഓട്ടോമൊബൈൽസ് നിർമ്മിച്ച് നൽകിയത് 452 ഓടാത്ത ഓട്ടോറിക്ഷകളാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട പണം വകമാറ്റിയെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷും മേയർ VV രാജേഷും കൃത്യമായ തെളിവുകൾ നിരത്തി കുറ്റപ്പെടുത്തി. ശിവൻകുട്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. തൊഴിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 2899.35 കോടി രൂപ വിവിധ തൊഴിലാളി ക്ഷേമ നിധികൾക്ക് ആ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് 2899.35 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചതായിട്ട് ഞങ്ങൾക്ക് 18/3/2026 കിട്ടിയ വിവരാവകാശ രേഖ പ്രകാരം ശിവൻകുട്ടി പാവപ്പെട്ട തൊഴിലാളികളുടെ അവർക്ക് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ക്ഷേമ പെൻഷന് വേണ്ടി ലഭിച്ച 2899.35 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച് തൊഴിലാളി ദ്രോഹിയാണ് താങ്കൾ. തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയല്ല, തൊഴിലാളി ദ്രോഹ മന്ത്രിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒരു തൊഴിലാളിയുടെ മകനാണ് ഞാനെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയും അദ്ദേഹവും ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ തൊഴിലാളി ദ്രോഹ പ്രവൃത്തിയെ സംബന്ധിച്ച് കേരളത്തിലെ തൊഴിലാളി വർഗത്തിനോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് BJP ആദ്യം ഉന്നയിക്കുന്ന ചോദ്യവും BJPയുടെ ആവശ്യവും.